Hello students, welcome back to Issue Plus Academy. ഇന്ന് നമ്മൾ ബിസിനസ് സ്റ്റഡീസ് 10th സ്റ്റാൻഡേർഡിൻ്റെ ചാപ്റ്റർ 13 ആണ്. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആണ്, അഥവാ വിതരണ ശൃംഖല എന്ന് പറഞ്ഞ ചാപ്റ്ററാണ് ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് മീനിങ് ഓഫ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, അതുപോലെ ടൈപ്സ് ഓഫ് ചാനൽസ്, അതുപോലെ കോമൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചാനൽസ്, ഇൻഡയറക്റ്റും ഡയറക്റ്റ് ചാനൽസും എന്താണ്, അതുപോലെ ഹോൾസെല്ലേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ് ഓഫ് ഹോൾസെല്ലേഴ്സ്, അതുപോലെ റീറ്റെയിലേഴ്സ് എന്താണ്, റീറ്റെയിലേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ്, അതുപോലെ ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലറിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ചാപ്റ്ററിലോട്ട് കിടക്കാം. മീനിങ് ഓഫ് ഡിസ്ട്രിബ്യൂഷൻ, മീനിങ് ഓഫ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. എന്താണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നോക്കാം. ഉൽപ്പാദകരിൽ നിന്നും ഉപഭോക്താവിലേക്ക് ഉൽപ്പന്നങ്ങൾ നീങ്ങുന്നതിനായി ഉപയോഗപ്പെടുത്തുന്ന മാർഗത്തെയാണ് വിതരണ ശൃംഖല എന്ന് പറയുന്നത്. ഓക്കെ, എന്താണ് ആ ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ വിതരണ ശൃംഖല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഉൽപ്പാദകരിൽ നിന്നിട്ടും ഈ പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കൺസ്യൂമറിലേക്ക് പ്രൊഡക്ട്സ് എത്തുന്ന ആ ഒരു പാത്തിനെ, ആ ഒരു മാർഗത്തെ, അഥവാ ആ ഒരു എങ്ങനെയാണ് എത്തുന്നത് എന്നുള്ള ആ ഒരു രീതിയെയാണ് നമ്മൾ വിതരണ ശൃംഖല അഥവാ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, എന്താണ് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ? ഇസ് എ പാത്ത് ത്രൂ വിച്ച് പ്രൊഡക്ട്സ് മൂവ് ഫ്രം ദ പ്ലേസ് ഓഫ് പ്രൊഡക്ഷൻ ടു ദി പ്ലേസ് ഓഫ് അൾട്ടിമേറ്റ് കൺസ്യൂമേഴ്സ്. അപ്പോൾ ആ ഒരു പ്രൊഡക്ഷൻ നടത്തുന്ന ഒരു സ്ഥലത്ത് നിന്നും ആ ഒരു കൺസ്യൂമറിലേക്ക് എത്തുന്ന ആ ഒരു പാത്ത്, ആ ഒരു വഴി, ആ ഒരു മാർഗത്തെയാണ് നമ്മൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആ ഒരു പ്രൊഡ്യൂസറിൽ നിന്നാണ് കൺസ്യൂമറിലേക്ക് എത്തിച്ചേരുന്ന ആ ഒരു പാത്തിനെയാണ് നമ്മൾ പറയുന്നത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിലൂടെ നമ്മൾ എന്താ ചെയ്യുന്നത്? ആ ഒരു പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിലുള്ള ഒരു ഗ്യാപ്പില്ലേ, ആ ഒരു ഗ്യാപ്പിനെ എലിമിനേറ്റ് ചെയ്യുന്നുണ്ട് ഏത് ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഒരു വിതരണ ശൃംഖല കൊണ്ട് വേറെ എന്തൊക്കെ മാർഗ്ഗങ്ങളും യൂസസാണ് നമുക്കുള്ളത്? നമ്മുടെ ഒരു പൊട്ടൻഷ്യലായിട്ടുള്ള ഒരു ബയേഴ്സിനെ നമുക്ക് എത്തിച്ചേരുന്നത്, നമ്മുടെ പ്രൊഡക്ട്സ് അവരിലേക്ക് എത്തിച്ചേരുന്നത് നമ്മുടെ പല ഇൻ്റർമീഡിയറീസ് വഴിയാണ് നമ്മുടെ ഒരു പ്രൊഡ്യൂസേഴ്സിൽ നിന്ന് കൺസ്യൂമറിലേക്ക് പ്രൊഡക്റ്റ് എത്തുന്നത്. അപ്പോൾ ആ ഒരു പൊട്ടൻഷ്യൽ ബയേഴ്സ് ആ സ്കാറ്റർ ഓവർ എ വൈഡ് ജോഗ്രഫിക്കൽ ഏരിയയിലായിരിക്കും. നമ്മുടെ പല സ്ഥലത്ത് നമ്മൾ ഒരു ഇന്ന പ്രൊഡക്ട്സ് നമ്മൾ ഒരു സ്ഥലത്ത് നിന്ന് വിൽക്കുന്നത്, അത് വാങ്ങിക്കുന്ന ആൾക്കാർ ആ ഒരു ഏരിയയിൽ മാത്രമായിരിക്കില്ല നിൽക്കുക. പല സ്ഥലത്തേക്കുള്ള ആൾക്കാരും പല സ്ഥലത്തു നിന്നുള്ള ആൾക്കാരേക്കും നമ്മുടെ പ്രൊഡക്ട്സൊക്കെ വാങ്ങിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ നമ്മുടെ സാധനങ്ങളൊക്കെ വാങ്ങുന്ന ആളുകൾ ഓരോ സ്ഥലത്ത് സ്ഥിതി ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അവരിലേക്കൊക്കെ നമ്മുടെ ഈ ജോഗ്രഫിക്കലി പല സ്ഥലത്തായിട്ടായിരിക്കും. അപ്പോൾ ആ ഒരു സ്ഥലങ്ങളിലേക്ക് സാധനങ്ങളൊക്കെ എത്തിച്ചു കൊടുക്കുന്നതൊക്കെ ഈ ഇൻ്റർമീഡിയറീസ് വഴിയായിരിക്കും. ലൈക്ക് ആരാണ്? ഹോൾസെല്ലർ, റീറ്റെയിലേഴ്സ്, ഏജൻറ്റ്സ്, അവരൊക്കെ വഴിയായിരിക്കും നടക്കുന്നത്. അപ്പോൾ അതന്നെയൊക്കെയാണ് നമ്മൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കയ്യിൽ നമ്മുടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം കൺസ്യൂമറിലേക്ക് എത്തിച്ചേരുന്ന ഒരു മാർഗത്തെയാണ് നമ്മൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ വിതരണ ശൃംഖല കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ടൈപ്സ് ഓഫ് ചാനൽസ് എന്താണെന്ന് നമുക്ക് നോക്കാം. അത് കുറച്ച് ടൈപ്സ് ഓഫ് ചാനൽസ് ഉണ്ട്. അപ്പോൾ ആദ്യം അതെങ്ങനെയാണ് നമ്മുടെ ഒരു പ്രൊഡക്റ്റ് കൺസ്യൂമറിലോട്ട് എത്തിക്കുന്നത് എന്നുള്ള ആ ഒരു പാത്ത് നമുക്ക് പല രീതിയിലുണ്ട്. അത് ഏതൊക്കെയാണ്? അതിനെയാണ് നമ്മൾ ചാനൽസ് എന്ന് പറയുന്നത് പഠിച്ചു. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. പ്രൊഡ്യൂസറിൽ നിന്ന് ഏജൻറ്റ് വഴി ഏജൻറ്റ് ഹോൾസെല്ലറിൽ എത്തിച്ചിട്ട് ഹോൾസെല്ലർ റീറ്റെയിലറിലോട്ട് എത്തിച്ചിട്ട് എന്നിട്ട് കൺസ്യൂമറിലേക്ക് എത്തുന്ന ഒരു വഴിയുണ്ട്. അതുപോലെ തന്നെ പ്രൊഡ്യൂസർ ടു ഹോൾസെല്ലർ, ഹോൾസെല്ലർ ടു റീറ്റെയിലർ, റീറ്റെയിലർ ടു കൺസ്യൂമർ. നെക്സ്റ്റ് പ്രൊഡ്യൂസർ ഏജൻറ്റ് കൺസ്യൂമർ, നെക്സ്റ്റ് പ്രൊഡ്യൂസർ ഹോൾസെല്ലർ കൺസ്യൂമർ, നെക്സ്റ്റ് പ്രൊഡ്യൂസർ റീറ്റെയിലർ കൺസ്യൂമർ. അപ്പോൾ ഈ ഇത്തരത്തിലുള്ള ഒരു ചാനലിലൂടെയാണ് നമ്മൾ പ്രൊഡ്യൂസറിൽ നിന്ന് കൺസ്യൂമറിലോട്ട് സാധനങ്ങൾ, ഗുഡ്സ് ആൻഡ് സർവീസസ് ഒക്കെ എത്തിച്ചേരുന്നത്. അപ്പം ചിലതിൽ ഇടനിലക്കാരായിട്ട് ഏജൻറ്റ്സ് ഉണ്ടാകും, ചിലതിൽ ഹോൾസെല്ലേഴ്സ് ഉണ്ടാകും, ചിലതിൽ ഹോൾസെല്ലേഴ്സും റീറ്റെയിലേഴ്സും ഉണ്ടാകും, ചിലതിൽ ഏജൻറ്റ് നേരിട്ട് കൺസ്യൂമറിലോട്ട് എത്തിക്കുന്നുണ്ടാവും, ചിലത് ഹോൾസെല്ലർ നേരിട്ട് കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നു, ചിലത് റീറ്റെയിലർ നേരിട്ട് കൺസ്യൂമറിലോട്ട് എത്തിക്കുന്നു. ഒക്കെ പ്രൊഡ്യൂസറിൽ നിന്ന്. അപ്പോൾ ആ ഒരു ഇതൊക്കെയാണ് ടൈപ്സ് ഓഫ് ചാനൽസിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് കോമൺ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ അഥവാ ഡയറക്റ്റ് ചാനൽ, പ്രത്യക്ഷ വിതരണ ശൃംഖല. ഫസ്റ്റ് വൺ ഡയറക്റ്റ് ചാനലും ഇൻഡയറക്റ്റ് ചാനലും ഉണ്ട്. അപ്പോൾ ഫസ്റ്റ് കോമൺ ആയിട്ടുള്ള ചാനൽസ് ഡയറക്റ്റ് ചാനലും ഇൻഡയറക്റ്റ് ചാനലും ആണ്. ഫസ്റ്റ് നമുക്ക് ഡയറക്റ്റ് ചാനൽ എന്താണെന്ന് നോക്കാം. ഉൽപ്പാദകർ മധ്യവർത്തികളുടെ സഹായമില്ലാതെ ഉൽപ്പന്നങ്ങളും സേവനങ്ങളും നേരിട്ട് ഉപഭോക്താക്കൾക്ക് വിൽപ്പന നടത്താറുണ്ട്. ഇതിനെ പ്രത്യക്ഷ വിതരണ ശൃംഖല അഥവാ നേരിട്ടുള്ള വിതരണ ശൃംഖല എന്ന് പറയുന്നു. അപ്പോൾ ഇതാണ് ഡയറക്റ്റ് ചാനൽ, അഥവാ പ്രത്യക്ഷ വിതരണ ശൃംഖല.
ഒരു ഇൻ്റർമീഡിയറീസിൻ്റെ ഒരു ഇടനിലക്കാരുടെയോ സഹായമൊന്നും ഇല്ലാതെ നേരിട്ടിട്ട് സാധനങ്ങൾ കൺസ്യൂമറിൻ്റെ അടുത്തേക്ക് എത്തിക്കുന്ന ഒരു ചാനലാണ് ഡയറക്റ്റ് ചാനൽ. ഡയറക്റ്റ് ചാനലിൽ നമ്മൾ പല മറ്റു പേരുകൾ പറയും. സീറോ ലെവൽ എന്ന് പറയും, ഡയറക്റ്റ് മാർക്കറ്റിംഗ് എന്നൊക്കെ പറയും. അപ്പോൾ ഇതിനിടയിൽ ഒരു ഇൻ്റർമീഡിയറീസോ ഒന്നും ഇടനിലക്കാരൊന്നും ഉണ്ടാവില്ല. അങ്ങനെ നേരിട്ടുള്ള ഇടപാടാണ് ഡയറക്റ്റ് ചാനൽ എന്ന് പറയുക. അപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ, ഒരാളൊരു സാധനം പ്രൊഡ്യൂസ് ചെയ്യുന്നു, അത് അയാൾ തന്നെ ഒരു അഡ്വർടൈസ്മെൻറ്റ് ഇറക്കുന്നു. ആ ഒരു അഡ്വർടൈസ്മെൻറ്റിലൂടെ അവർ ആ പ്രൊഡക്റ്റിനെ മാർക്കറ്റിംഗ് ചെയ്യുന്നു. എന്നിട്ട് അതിൽ തന്നെ ആ ഒരു അഡ്വർടൈസ്മെൻറ്റിൽ തന്നെ അയാളുടെ ഒരു കോൺടാക്ട് നമ്പറോ ഇമെയിൽ ഐ ഡിയോ അങ്ങനെ അയാളുടെ ഡയറക്റ്റായിട്ട് അയാളുടെ ഡീറ്റെയിൽസ് മാത്രം കൊടുത്തു. അപ്പോൾ ആളുകൾ കൺസ്യൂമേഴ്സ് ഡയറക്റ്റ് ആ ഒരു അഡ്വർടൈസ്മെൻറ്റ് കണ്ടിട്ട് എൻക്വയറി അയാളിലോട്ട് മാത്രമേ പോകുന്നുള്ളൂ. അപ്പോൾ നേരിട്ട് അയാൾക്ക് കോൺടാക്റ്റ് അവരെ ഡീൽ ചെയ്യാൻ പറ്റുന്നു. അതുപോലെ ഒന്നെങ്കിൽ അയാൾ പോസ്റ്റലായിട്ടോ അല്ലെങ്കിൽ കൊറിയറായിട്ടോ ഒക്കെ അവരുടെ പ്രൊഡക്ട്സ് അവരിലോട്ട് എത്തിക്കുന്നു. അങ്ങനെയുള്ളതിനെയാണ് നമ്മൾ ഡയറക്റ്റ് ചാനൽ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അവിടെ ഇടനിലക്കാരില്ല. ഡയറക്റ്റ് പ്രൊഡ്യൂസറും കൺസ്യൂമറും തമ്മിലുള്ള ഡീലിങ്സാണ് അവിടെ നടക്കുന്നത്. അതാണ് ആ ഒരു ചാനലാണ് ഡയറക്റ്റ് ചാനൽ. നെക്സ്റ്റ് ഇൻഡയറക്റ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ പരോക്ഷ വിതരണ ശൃംഖല. ഇൻഡയറക്റ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ വിതരണ പ്രക്രിയയിൽ ധാരാളം ഇടനിലക്കാർ ഉൾപ്പെടുമ്പോൾ അതിനെ പരോക്ഷ വിതരണ ശൃംഖല എന്ന് പറയുന്നു. അപ്പോൾ ഈ ഇൻഡയറക്റ്റ് ചാനൽ എന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ആരാണെന്ന് പോലും കൺസ്യൂമറിന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ. അപ്പം നമുക്കറിയില്ല, അത് പല കൈകളിലൂടെ ആയിരിക്കും ഒരു പ്രൊഡക്റ്റ് നമ്മളിലേക്ക് എത്തുക. ഇപ്പോൾ നമ്മളിവിടെ നേരത്തെ പറഞ്ഞിരുന്നു, ഇപ്പോൾ പ്രൊഡക്റ്റ് ഹോൾസെല്ലറിൽ നിന്ന് ഒരു ഏജൻറ്റ് പ്രൊഡക്റ്റ് വാങ്ങുന്നു, ഏജൻറ്റ് ഹോൾസെല്ലറിൽ എത്തിക്കുന്നു, ഹോൾസെല്ലർ റീറ്റെയിലറിൽ എത്തിക്കുന്നു, എന്നിട്ട് കൺസ്യൂമറിൽ എത്തിക്കുന്നു. അങ്ങനെ പല ചാനലിലൂടെ കടന്നു പോകുന്നതാണ് ഇൻഡയറക്റ്റ് ചാനൽ. അപ്പോൾ അതിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് പറഞ്ഞാൽ പ്രൊഡ്യൂസർ ആരാണെന്ന് പോലും കൺസ്യൂമറിന് അറിയാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ ആണ് പരോക്ഷ വിതരണ ശൃംഖല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് ഹോൾസെല്ലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് നോക്കാം. അപ്പോൾ ആദ്യം ഹോൾസെല്ലേഴ്സ് എന്താണെന്ന് നോക്കാം. ആരാണ് ഹോൾസെല്ലേഴ്സ് അഥവാ മൊത്തക്കച്ചവടക്കാർ? അപ്പം മൊത്തക്കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ വിതരണ ചാനലിലെ പ്രധാന ഇടനിലക്കാരിൽ സാധനങ്ങൾ മൊത്തമായി കൈകാര്യം ചെയ്യുന്നത്. അവർ ഉൽപ്പാദകരിൽ നിന്ന് സാധനങ്ങൾ മൊത്തമായി വാങ്ങുകയും താരതമ്യേന ചെറിയ അളവിൽ ചില്ലറ വ്യാപാരികൾക്ക് വിൽക്കുകയും ചെയ്യുന്നു. ചില സന്ദർഭങ്ങളിൽ വാങ്ങേണ്ട അളവ് കൂടുതലാണെങ്കിലും അവർ നേരിട്ട് ഉപഭോക്താക്കൾക്ക് സാധനങ്ങൾ വിൽക്കുകയും ചെയ്യുന്നു. അവർ സാധാരണയായി പരിമിതമായ വൈവിധ്യമാർന്ന ഇനങ്ങൾ കൈകാര്യം ചെയ്യുന്നു. കൂടാതെ ഇരുമ്പ്, ഉരുക്ക്, തുണിത്തരങ്ങൾ, പേപ്പർ, ഇലക്ട്രിക്കൽ, വീട്ടുപകരണങ്ങൾ മുതലായവ പോലുള്ള ഉൽപ്പന്നങ്ങളുടെ ഒരു പ്രത്യേക നിരയിൽ ഇടപെടുന്നു. ഓക്കെ, അപ്പോൾ ഹോൾസെല്ലേഴ്സ് എന്ന് പറഞ്ഞാൽ ആരാണ്? മൊത്ത കച്ചവടക്കാരാണ്. അപ്പോൾ മൊത്തമായിട്ട് കുറച്ച് സാധനങ്ങൾ ബൾക്കായിട്ട് വിൽക്കുന്ന ആളുകളെയാണ് ഹോൾസെല്ലേഴ്സ് എന്ന് പറയാം. ഈ ഹോൾസെല്ലേഴ്സിൻ്റെ അടുത്തു നിന്നാണ് ഈ ചെറിയ റീറ്റെയിലേഴ്സൊക്കെ അവരുടെ അടുത്ത് നിന്ന് സാധനം വാങ്ങിയിട്ടാണ് അവർ കൺസ്യൂമറിലേക്ക് എത്തിക്കുന്നത്. അതുപോലെ ഹോൾസെല്ലേഴ്സ് നേരിട്ട് കൺസ്യൂമറിലേക്ക് പ്രൊഡക്റ്റ് ബൾക്കായിട്ട് വാങ്ങിക്കുന്നുണ്ടാവും, അങ്ങനെ ആളുകളും വാങ്ങിക്കുന്നുണ്ട്. പക്ഷേ മൊത്തക്കച്ചവടക്കാരെന്ന് പറഞ്ഞാൽ അത്ര വെറൈറ്റീസ് ഓഫ് പ്രൊഡക്ട്സ് ഒന്നും ഉണ്ടാവില്ല. കുറച്ച് പ്രൊഡക്ട്സ് ആയിരിക്കും. അത് ഉള്ള പ്രൊഡക്ട്സിൻ്റെ ബൾക്കായിട്ടുള്ളൊരു ക്വാണ്ടിറ്റിയിലായിരിക്കും അവർ സാധനങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പോൾ അവർ ഇങ്ങനെ ഒരു കുറച്ച് എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. കുറച്ചൊരു ഏരിയയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ട്. ഇരുമ്പ്, ഉരുക്ക്, തുണിത്തരങ്ങൾ, പേപ്പർ, ഇലക്ട്രിക്കൽ, വീട്ടുപകരണങ്ങൾ അങ്ങനത്തെയൊക്കെ സാധനങ്ങളായിരിക്കും പൊതുവെ അവർ ഡീല് ചെയ്യുന്നത്. അപ്പോൾ ഭയങ്കര വൈഡായിട്ട് വെറൈറ്റീസ് ഓഫ് സാധനങ്ങളൊന്നും അവരുടെ കയ്യിലുണ്ടാവില്ല. പക്ഷേ ഉള്ള സാധനങ്ങളുടെ ക്വാണ്ടിറ്റി വളരെ വലുതായിരിക്കും. അവരാണ് മൊത്ത കച്ചവടക്കാരെന്ന് പറയുന്നത്. അവർ പ്രൊഡ്യൂസേഴ്സിന് നേരിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് ബൾക്കായിട്ട് കച്ചവടം ചെയ്യുന്നു. ഇനി നമുക്ക് ഫീച്ചേഴ്സ് ഓഫ് ഹോൾസെല്ലേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് ഫീച്ചറാണ് മൊത്ത കച്ചവടക്കാർ നിർമ്മാതാക്കളിൽ നിന്നോ ഉൽപ്പാദകരിൽ നിന്നോ നേരിട്ട് സാധനങ്ങൾ വാങ്ങുന്നു. സെക്കൻഡ് വൺ, മൊത്ത കച്ചവടക്കാർ വലിയ അളവിൽ സാധനങ്ങൾ വാങ്ങുകയും താരതമ്യേന ചെറിയ അളവിൽ വിൽക്കുകയും ചെയ്യുന്നു. തേർഡ് വൺ, അവരൊരു പ്രത്യേക ഉൽപ്പന്നത്തിൻ്റെ വിവിധ ഇനങ്ങൾ വിൽക്കുന്നു. ഉദാഹരണത്തിന് കടലാസിൽ ഇടപാട് നടത്തുന്ന മൊത്ത കച്ചവടക്കാരൻ എല്ലാത്തരം പേപ്പർ, കാർഡ്ബോർഡ്, കാർഡ് മുതലായവ സൂക്ഷിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. നെക്സ്റ്റ്, ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിനായി അവർ നിരവധി ഏജൻറ്റുമാരെയോ തൊഴിലാളികളെയും നിയമിച്ചേക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് ഹോൾസെല്ലേഴ്സ്. നിർമ്മാതാക്കളിൽ നിന്ന് ഡയറക്റ്റായിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ട് നേരിട്ട് സാധനങ്ങൾ വാങ്ങിയിട്ടാണ് അവർ കച്ചവടം നടത്തുന്നത്. അതുപോലെ തന്നെ വലിയ അളവിൽ സാധനങ്ങൾ വാങ്ങുകയും എന്നിട്ട് അത് ചെറിയ ക്വാണ്ടിറ്റിയിൽ വിൽക്കുകയും ചെയ്യുകയാണ്. പിന്നെ ഒരു പ്രത്യേക ഉൽപ്പന്നത്തിൻ്റെ ഉൽപ്പന്നങ്ങളിലേക്ക് അവർ മെയിനായിട്ട് കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടാവുക. പിന്നെ ഈ ഉൽപ്പന്നങ്ങളുടെ വിതരണത്തിനായി ആ ഒരു ഡിസ്ട്രിബ്യൂഷന് വേണ്ടിയിട്ട് അവർ കുറേ ഏജൻറ്റുമാരെയും അതുപോലെ തൊഴിലാളികളെയൊക്കെ ഈ ഹോൾസെല്ലേഴ്സ് നിയമിക്കുന്നുണ്ട്.
നെക്സ്റ്റ് എന്താണ്, മൊത്തക്കച്ചവടക്കാർക്ക് തൻ്റെ ബിസിനസ്സിൽ നിക്ഷേപിക്കുന്നതിന് വലിയ തുക മൂലധനം ആവശ്യമാണ്. അപ്പോൾ അവരുടെ ഒരു മൂലധനം എന്ന് വെച്ചാൽ അവർക്ക് ഈ ഒരു ബിസിനസ്സിൽ ഇറക്കേണ്ട ഒരു ക്യാപിറ്റൽ എന്താണ്, കുറച്ച് അത്യാവശ്യം വലിയൊരു മൂലധനം തന്നെ അവർക്ക് ഈ ഒരു ബിസിനസ് ചെയ്യാൻ വേണം ഈ ഹോൾസെയിലിംഗ് മേഖലയിൽ. പിന്നെ എന്താണ്, അവർ സാധാരണയായി റീറ്റെയിലർമാർക്ക് ക്രെഡിറ്റ് സൗകര്യം നൽകുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ ക്രെഡിറ്റിന് അവർ സാധനങ്ങൾ വിൽക്കുന്നുണ്ട് റീറ്റെയിലേഴ്സിലേക്ക്. നെക്സ്റ്റ്, അവർ നിർമ്മാതാക്കൾക്കോ സാമ്പത്തിക സഹായം നൽകുന്നുണ്ട്. അവർ ഈ പ്രൊഡ്യൂസേഴ്സിനൊക്കെ സാമ്പത്തിക സഹായമൊക്കെ നൽകുന്നുണ്ട്. അതുപോലെ ഒരു നഗരത്തിലോ പട്ടണത്തിലോ അവ സാധാരണയായി മാർക്കറ്റിങ്ങിൻ്റെ ഒരു പ്രത്യേക പ്രദേശത്ത് ചെയ്യുന്നതായി കാണാം. മാർക്കറ്റിൻ്റെ എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ ഒരു അർബൻ ഏരിയാസിലോ സിറ്റീസിലൊക്കെ ഒരു പ്രത്യേകമായ ഒരു സ്ഥലത്ത് ആയിരിക്കും അവർ സ്ഥിതി ചെയ്യുന്നുണ്ടാവുക, അവരുടെ ഈ ഹോൾസെയിലിംഗ് ഷോപ്പൊക്കെ ഉണ്ടാവുക. നെക്സ്റ്റ് ഇനി നമുക്ക് ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലേഴ്സ് എന്താണെന്ന് നോക്കാം. എന്താണ് അവരുടെ ഫങ്ഷൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ഫങ്ഷനാണ് ഉൽപ്പന്നങ്ങളുടെ സംഭരണം. ഉൽപ്പന്നങ്ങളുടെ സംഭരണം എന്ന് പറഞ്ഞാൽ ശേഖരിച്ച ഉൽപ്പന്നങ്ങളെല്ലാം വിൽപ്പന നടത്തുന്നത് വരെ മൊത്തക്കച്ചവടക്കാരൻ സുരക്ഷിതമായി സംഭരിച്ചു വയ്ക്കുന്നു. നെക്സ്റ്റ് ഫങ്ഷനാണ് വിതരണം അഥവാ ഡിസ്ട്രിബ്യൂഷൻ. എന്താണ്, മൊത്തക്കച്ചവടക്കാരൻ അയാൾ സംഭരിച്ചു വെച്ചിട്ടുള്ള ഉൽപ്പന്നങ്ങൾ അനേകം ചില്ലറ കച്ചവടക്കാർക്കായി വിൽപ്പന നടത്തുന്നു. നെക്സ്റ്റ് ഫങ്ഷൻ ധനസഹായമാണ്. മൊത്തക്കച്ചവടക്കാർ ഉൽപ്പാദകർക്കും ചില്ലറ കച്ചവടക്കാർക്കും ധനസഹായം നൽകുന്ന ആളായി പ്രവർത്തിക്കുന്നു. നെക്സ്റ്റ് ഫങ്ഷൻ നഷ്ടസാധ്യത വഹിക്കൽ. ഫാഷൻ, വില, ഡിമാൻഡ് എന്നിവയിൽ ഉണ്ടാകുന്ന മാറ്റത്തിൻ്റെ ഫലമായി സംഭവിക്കുന്ന നഷ്ടസാധ്യത മൊത്തക്കച്ചവടക്കാരൻ വഹിക്കേണ്ടി വരുന്നു. നെക്സ്റ്റ് ഫങ്ഷൻ ഗ്രേഡിംഗ് അഥവാ തരം തിരിക്കുക. മൊത്തക്കച്ചവടക്കാർ ഉൽപ്പന്നത്തിൻ്റെ സ്വഭാവം, വലുപ്പം, തൂക്കം എന്നിവ അടിസ്ഥാനമാക്കി തരം തിരിച്ച് അനുയോജ്യമായ വിധത്തിൽ ഉൽപ്പന്നം പൊതിഞ്ഞു സൂക്ഷിക്കുന്നു. നെക്സ്റ്റ് ഫങ്ഷൻ വില നിർണ്ണയം. മൊത്തക്കച്ചവടക്കാരാണ് സാധനങ്ങളുടെ വില നിശ്ചയിക്കുന്നത്. ഉൽപ്പന്നങ്ങളുടെ ആവശ്യമനുസരിച്ച് വിതരണം ക്രമീകരിക്കുക വഴി ഉൽപ്പന്നങ്ങളുടെ വില സ്ഥിരത നിലനിർത്തുവാൻ സാധിക്കുന്നു. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഫങ്ഷൻസ് ഓഫ് ഹോൾസെയിലേഴ്സ് ആണ്. ഉൽപ്പന്നങ്ങൾ സംഭരിച്ചു വയ്ക്കുന്നുണ്ട്, അതുപോലെ വിതരണം നടത്തുന്നത് മൊത്തക്കച്ചവടക്കാരാണ്. അവർ സംഭരിച്ച് വെച്ചിട്ടുള്ളതൊക്കെ ചെറിയ ചില്ലറ കച്ചവടക്കാർക്കൊക്കെ ആയിട്ട് വിതരണം ചെയ്യുന്നത്, അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് ഹോൾസെയിലേഴ്സാണ്. അതുപോലെ നഷ്ടസാധ്യതയൊക്കെ വഹിക്കുന്നത് എന്താണ്, ഇപ്പോൾ ഫാഷൻ മാറുന്നതിനനുസരിച്ച് ഡിമാൻഡ് കുറയുന്നതിനനുസരിച്ചൊക്കെ പ്രൊഡക്റ്റ് മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ ആ ഒരു മാറ്റത്തിൻ്റെ ഫലമായിട്ടൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ സംഭവിക്കുന്ന ഒരു ലോസൊക്കെ അത് ഈ മൊത്തക്കച്ചവടക്കാർ വഹിക്കേണ്ടി വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു തരംതിരിക്കുക, പ്രൊഡക്റ്റിൻ്റെ സൈസും ക്വാണ്ടിറ്റിയും ഇതൊക്കെ അനുസരിച്ചിട്ട് പ്രൊഡക്ട്സിനെയൊക്കെ തരം തിരിച്ചിട്ടാണ് അവർ സൂക്ഷിക്കുക. അതുപോലെ വില നിർണ്ണയിക്കുന്നതും ഒക്കെ ഹോൾസെയിലേഴ്സാണ്. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് റീറ്റെയിലേഴ്സ് ആരാണെന്നാണ്. റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ മൊത്തക്കച്ചവടക്കാരിൽ നിന്നോ അല്ലെങ്കിൽ ഉൽപ്പാദകരിൽ നിന്നോ നേരിട്ട് ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ച് ഉപഭോക്താക്കൾക്ക് വിൽപ്പന നടത്തുന്നവരാണ് ചില്ലറ കച്ചവടക്കാർ അഥവാ റീറ്റെയിലേഴ്സ്. അപ്പോൾ റീറ്റെയിലേഴ്സ് എന്താണ്, ഒന്നെങ്കിൽ പ്രൊഡ്യൂസറിൻ്റെ നിന്നോ അല്ലെങ്കിൽ ഹോൾസെയിലേഴ്സിൻ്റെ നിന്നോ പ്രൊഡക്ട്സ് വാങ്ങിയിട്ട് ഡയറക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന ആളുകളാണ് റീറ്റെയിലേഴ്സ് എന്ന് പറയുന്നത്, ചെറുകിട കച്ചവടക്കാരൊക്കെ. അപ്പോൾ ഫീച്ചേഴ്സ് ഓഫ് റീറ്റെയിലേഴ്സ് നോക്കാം. ചില്ലറ കച്ചവടക്കാർ ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധം പുലർത്തുന്നു. നെക്സ്റ്റ് ഫീച്ചർ, ചില്ലറ കച്ചവടക്കാർ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നതിന് വീണ്ടും മറ്റുള്ളവർക്ക് വില നടത്തുവാനല്ല, മറിച്ച് ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കുവാൻ വേണ്ടിയിട്ടാണ്. ചില്ലറ കച്ചവടക്കാർ എന്ന് പറഞ്ഞാൽ ഉൽപ്പന്നങ്ങളുടെ വിൽപ്പന നടത്തുന്നത് വീണ്ടും മറ്റുള്ളവർക്ക് വിൽപ്പന നടത്തുവാനല്ല, മറിച്ച് ഉപഭോക്താക്കൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അവരാണ് ഡയറക്റ്റ് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്നത്. നെക്സ്റ്റ് ഫീച്ചർ നോക്കുക. ചില്ലറ കച്ചവടക്കാർ കുറഞ്ഞ ചിലവിൽ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുന്നു. നെക്സ്റ്റ്, ചില്ലറ കച്ചവടക്കാർക്ക് വ്യാപാരം നടത്തുന്നതിന് കുറഞ്ഞ മൂലധനം മതിയാകും. നെക്സ്റ്റ് ഫീച്ചർ, ചില്ലറ കച്ചവടക്കാർക്ക് വായ്പകൾ കുറവായതിനാൽ അവർ സാധനങ്ങൾ വാങ്ങുകയും മൊത്തമായി വിൽക്കുകയും ചെയ്യുന്നു. ലാസ്റ്റ് ഫീച്ചറാണ്, ചില്ലറ കച്ചവടക്കാരൻ ഉൽപ്പന്നങ്ങൾ അലങ്കരിച്ച് നന്നായി പ്രദർശിപ്പിക്കുവാൻ പ്രത്യേകം ശ്രമിക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഫീച്ചേഴ്സ് ഓഫ് റീറ്റെയിലേഴ്സ് എന്ന് പറഞ്ഞാൽ. നേരിട്ട് ഉപഭോക്താക്കളും കൺസ്യൂമറായിട്ട് നേരിട്ട് കണക്ഷൻ ഒരു റിലേഷൻ പുലർത്തുന്നത് ആരാണ്? റീറ്റെയിലേഴ്സാണ്. അവരുടെ കയ്യിൽ നിന്നാണ് നമ്മൾ സാധനങ്ങൾ ഡയറക്റ്റായിട്ട് പർച്ചേസ് ചെയ്യുന്നത്.
അതുപോലെ ചില്ലറ കച്ചവടക്കാർക്ക് എന്താണ് അവരുടെ പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് കമ്പാരിറ്റീവ്ലി ഹോൾസെയിലേഴ്സിൽ നിന്ന് അത്രയ്ക്ക് എമൗണ്ട് വേണ്ട. അതുപോലെ ചില്ലറ കച്ചവടക്കാരൻ സാധനങ്ങളൊക്കെ എന്താണ് കുറഞ്ഞ ചിലവിലാണ് വാങ്ങുകയും അത് സെല്ല് ചെയ്യുന്നതും ഒക്കെ ചെയ്യുന്നത് കുറഞ്ഞ ചിലവിലാണ്. അതുപോലെ കച്ചവടക്കാർക്ക് എന്താണ് വായ്പകളൊക്കെ കുറവായതിനാൽ അവർ സാധനങ്ങൾ വാങ്ങുകയും മൊത്തമായി വിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവർക്ക് മൊത്തമായിട്ടൊക്കെ സാധനങ്ങൾ ചില്ലറ വിലയ്ക്ക് വാങ്ങിയിട്ട് വിൽക്കാനൊക്കെ പറ്റുന്നുണ്ട്. അതുപോലെ അവരെന്താണ് ചില്ലറ കച്ചവടക്കാർ ഉൽപ്പന്നങ്ങളൊക്കെ നല്ല ഡെക്കറേറ്റ് ചെയ്തിട്ട് നല്ല രീതിയിൽ പ്രദർശിപ്പിച്ചിട്ടായിരിക്കും വെക്കുക. പക്ഷെ നേരെ മറിച്ച് ഹോൾസെയിലേഴ്സൊക്കെ അങ്ങനെയാണോ വെക്കുക? അവരുടെ ഒരു ക്വാണ്ടിറ്റി അതിനനുസരിച്ചിട്ടൊക്കെയാണ് വെക്കുക. പക്ഷേ ഇവർ കുറച്ചും കൂടെ അലങ്കരിച്ച് വൃത്തിയായിട്ട് നമുക്ക് അവിടേക്ക് ഒരു അറ്റൻഷൻ കിട്ടുന്ന രീതിയിലായിരിക്കും അവരുടെ പ്രൊഡക്റ്റിനൊക്കെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ അവർ ആ ഒരു ഇതിൽ ഡിസ്പ്ലേ ചെയ്യുന്നതും ഒക്കെ. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ് ആണ്. ഫങ്ഷൻസ് ഓഫ് റീറ്റെയിലേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുക. ചില്ലറ കച്ചവടക്കാർ പല മൊത്ത കച്ചവടക്കാരിൽ നിന്നും ഉൽപ്പാദകരിൽ നിന്നും നാനാവിധത്തിലുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നു. നെക്സ്റ്റ് ഫംഗ്ഷൻ ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക. ഉപഭോക്താക്കളുടെ ആവശ്യാനുസരണം ഉൽപ്പന്നങ്ങൾ സംഭരിച്ചു വയ്ക്കുന്നു. നെക്സ്റ്റ് ധനസഹായം. പൊതുവെ ചില്ലറ കച്ചവടക്കാർ രൊക്കം വിൽപ്പനയാണ് നടത്തുകയെങ്കിലും തങ്ങളുടെ സ്ഥിരം ഇടപാടുകാർക്ക് കടമായും വിൽപ്പന നടത്തുന്നു. നെക്സ്റ്റ് ഫംഗ്ഷൻ വ്യക്തിഗത സേവനങ്ങൾ. വിവിധ ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം, സവിശേഷതകൾ, ഉപയോഗം എന്നിവയെപ്പറ്റി വിദഗ്ധോപദേശം നൽകുക വഴി ഇടപാടുകാർക്ക് വ്യക്തിഗത സേവനങ്ങൾ ചെയ്തു കൊടുക്കുവാൻ ചില്ലറ കച്ചവടക്കാരന് കഴിയുന്നു. നഷ്ടസാധ്യത വഹിക്കൽ. ഒരു ചില്ലറ കച്ചവടക്കാരൻ വിവിധ തലത്തിലുള്ള നഷ്ടസാധ്യത പരിഹരിക്കേണ്ടതുണ്ട്. നെക്സ്റ്റ് ഫംഗ്ഷനാണ് സാധനങ്ങൾ പ്രദർശിപ്പിക്കൽ. ചില്ലറ കച്ചവടക്കാർ വിവിധങ്ങളായ ഉൽപ്പന്നങ്ങൾ തങ്ങളുടെ കടയിൽ ചിട്ടയോടെ ആകർഷകമായ രീതി പ്രദർശിപ്പിക്കുന്നു. നെക്സ്റ്റ് കമ്പോള വിവരങ്ങൾ നൽകുക. ഉപഭോക്താക്കളുടെ അഭിരുചികൾ, ഇഷ്ടാനിഷ്ടങ്ങൾ, ഫാഷൻ എന്നിവ സംബന്ധിച്ച വിവരങ്ങൾ മൊത്ത കച്ചവടക്കാരിലൂടെ ഉൽപ്പാദകരെ അറിയിക്കുന്നത് ചില്ലറ കച്ചവടക്കാരനാണ്. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ഫങ്ഷൻസ് എന്ന് പറഞ്ഞാൽ. ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കുന്നതും ഉൽപ്പന്നങ്ങൾ സംഭരിക്കുക, ധനസഹായം നൽകുക, വ്യക്തിഗത സേവനങ്ങൾ ചെയ്യുക, നഷ്ടസാധ്യത വഹിക്കുക, സാധനങ്ങൾ പ്രദർശിപ്പിക്കുന്ന ഒരു രീതിയിലൊക്കെ ഡിഫറൻസ് ഉണ്ട്. അതുപോലെ കമ്പോള വിവരങ്ങൾ കൺസ്യൂമേഴ്സിന് നൽകുന്നത് ചില്ലറ കച്ചവടക്കാരാണ്. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റായിട്ട് നോക്കാനുള്ളത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹോൾസെയിലേഴ്സ് ആൻഡ് റീറ്റെയിലേഴ്സ് ആണ്. അപ്പോൾ അത് നോക്കാം. അത് നമുക്ക് ഹോൾസെയിലേഴ്സ് നോക്കാം. വലിയ അളവിൽ സാധനങ്ങൾ വാങ്ങുക. നെക്സ്റ്റ് ഉൽപ്പാദകരിൽ നിന്ന് നേരിട്ട് സാധനങ്ങൾ വാങ്ങുക. നെക്സ്റ്റ് പരിമിതമായ വൈവിധ്യമാർന്ന സാധനങ്ങളുടെ ഇടപാടുകൾ. നെക്സ്റ്റ് ബിസിനസ് ആരംഭിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും കൂടുതൽ മൂലധനം ആവശ്യമാണ്. നെക്സ്റ്റ് പുനർവിൽപ്പന ആവശ്യത്തിനായി സാധനങ്ങൾ വിൽക്കുന്നു. ലാസ്റ്റ് വൺ ഉപഭോക്താക്കളുമായി നേരിട്ട് ബന്ധമില്ല. അതാണ് ഹോൾസെയിലേഴ്സിൻ്റെ ആ ഒരു ഫീച്ചേഴ്സ് എന്ന് പറയുന്നത്. അത് റീറ്റെയിലേഴ്സ് തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റിങ്ഷൻ എന്താണെന്ന് നോക്കാം. റീറ്റെയിലേഴ്സ് ചെറിയ അളവിൽ സാധനങ്ങൾ വാങ്ങുക. ഹോൾസെയിലേഴ്സ് വലിയ അളവിലാണെങ്കിൽ നേരെ മറിച്ച് റീറ്റെയിലേഴ്സ് ചെറിയ അളവിലാണ് സാധനങ്ങൾ വാങ്ങിക്കുക. നെക്സ്റ്റ് വൺ മൊത്തക്കച്ചവടക്കാരിൽ നിന്ന് സാധാരണയായി സാധനങ്ങൾ വാങ്ങുക. ഹോൾസെയിലേഴ്സ് നേരെ മറിച്ച് പ്രൊഡ്യൂസേഴ്സിൻ്റെ കയ്യിൽ നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. റീറ്റെയിലേഴ്സ് ഹോൾസെയിലേഴ്സിൻ്റെ അടുത്തു നിന്നാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്. നെക്സ്റ്റ് ഉൽപ്പന്നങ്ങളുടെ വിശാലമായ ശ്രേണിയിൽ ഡീലുകൾ. നമുക്ക് എന്താണ് റീറ്റെയിലേഴ്സിൻ്റെ കയ്യിൽ വൈഡ് വെറൈറ്റീസ് ഓഫ് സാധനങ്ങൾ ഉണ്ടായിരിക്കും. ഉൽപ്പന്നങ്ങളുടെ വിശാലമായ ഒരു ഇത് തന്നെയാണ് റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് ഉണ്ടാവുക. ഹോൾസെയിലേഴ്സിൻ്റെ അടുത്ത് പരിമിതമായ അതും വൈവിധ്യമാർന്ന സാധനങ്ങളുടെ ഇടപാടുകളാണ് നടക്കുന്നത്. റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് ബിസിനസ് ആരംഭിക്കുന്നതിനും പ്രവർത്തിക്കുന്നതിനും കുറഞ്ഞ മൂലധനം ആവശ്യമാണ്. റീറ്റെയിലേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ ഹോൾസെയിലേഴ്സിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറഞ്ഞ മൂലധനം മാത്രമേ ആവശ്യമുള്ളൂ ആ ബിസിനസ് റൺ ചെയ്ത് പോകാനും. അതിൻ്റെ ഒരു പെയ്ഡ് അപ്പ് ക്യാപിറ്റലൊക്കെ കുറവാണ്. നേരെ മറിച്ച് ഹോൾസെയിലേഴ്സിൽ അത് കൂടുതലാണ്. നെക്സ്റ്റ് ഫീച്ചർ നോക്കുക. ഉപഭോഗത്തിനുള്ള സാധനങ്ങൾ വിൽക്കുന്നു. അപ്പോൾ റീറ്റെയിലേഴ്സ് എന്താണ് ചെയ്യുന്നത്? ഉപഭോഗത്തിന് വേണ്ടിയിട്ട്, അത് കൺസ്യൂമേഴ്സിന് എന്താണ് സാധനങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അവർ സാധനങ്ങൾ വിൽക്കുന്നത്. നേരെ മറിച്ചിട്ട് ഹോൾസെയിലേഴ്സ് എന്താണ് പുനർവിൽപ്പന, അത് വീണ്ടും സെല്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോൾസെയിലേഴ്സ് ചെയ്യുക. ഹോൾസെയിലേഴ്സിൻ്റെ കഴിഞ്ഞ് റീറ്റെയിലേഴ്സ് സെല്ല് ചെയ്യാനാണല്ലോ വാങ്ങിക്കുന്നത്. അതുപോലെ റീറ്റെയിലേഴ്സിൻ്റെ അടുത്ത് നിന്ന് എന്താണ് ഉപഭോഗത്തിന് വേണ്ടിയിട്ടാണ് സാധനങ്ങൾ വാങ്ങിക്കുന്നത്, അവർ വിൽക്കുന്നത്. റീറ്റെയിലേഴ്സിൻ്റെ ലാസ്റ്റ് ഫീച്ചർ നോക്കുക. ഉപഭോക്താക്കളുമായി നേരിട്ടുള്ള ബന്ധം. അവർക്ക് നേരിട്ട് ഉപഭോക്താക്കൾ അവരുടെ ആ ഒരു കൺസ്യൂമേഴ്സുമായിട്ട് നേരിട്ടുള്ള ഒരു കണക്ഷനും ബന്ധവും അവർക്കുണ്ട് റീറ്റെയിലേഴ്സിന്. ഹോൾസെയിലേഴ്സിന് നേരെ മറിച്ചിട്ടൊരു നേരിട്ടൊരു ബന്ധമൊന്നും ഇല്ല. അപ്പോൾ അതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്തത്. ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു ഡിസ്കസ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ ഈ ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നമുക്ക് ആ ഒരു വിതരണ ശൃംഖലയെ പറ്റിയിട്ടാണ്
പഠിച്ചിട്ടുണ്ടായത്. അപ്പോൾ വിതരണ ശൃംഖല എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ആ ഒരു പാത്ത്, ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ ഇസ് ദ പാത്ത് ത്രൂ which products move from the place of production to the place of ultimate consumers. അപ്പോൾ എവിടെയാണോ പ്രൊഡക്ട്സ് ഉൽപ്പാദിപ്പിക്കുന്നത് ആ ഒരു സ്ഥലത്ത് നിന്നും കൺസ്യൂമേഴ്സിൻ്റെ അടുത്തേക്ക് എത്തുന്ന ആ ഒരു വഴി, ആ ഒരു പാത, ആ ഒരു മാർഗം, അതിനെയൊക്കെയാണ് നമ്മൾ ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇൻ്റർമീഡിയറീറ്റ്സ് ആയിട്ടുള്ള ആൾക്കാർ ആരൊക്കെയാണ്? ഹോൾസെയിലേഴ്സും റീറ്റെയിലേഴ്സും ഏജൻസും ഒക്കെയാണ്. അപ്പോൾ അവർ വഴിയാണ് നമ്മുടെ കയ്യിലേക്ക് സാധനങ്ങൾ എത്തുന്നത്. അപ്പോൾ ഈ ഒരു ചാനൽ ഓഫ് ഡിസ്ട്രിബ്യൂഷനിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്, പക്ഷേ സിമ്പിളായിട്ടുള്ള ചാപ്റ്ററാണ്. അപ്പോൾ അതിൽ നമുക്ക് റീറ്റെയിലേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, അതുപോലെ ഫങ്ഷൻസ്, ഹോൾസെയിലേഴ്സിൻ്റെ ഫീച്ചേഴ്സ്, ഫങ്ഷൻസ്, പിന്നെ ആ ഒരു ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലർ, അതൊക്കെയാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. എല്ലാവരും അതൊക്കെ നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, താങ്ക് യു.